മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശൈത്യയും അതേപോലെ നെവിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നി ശൈത്യം, എന്താണെങ്കിലും ഈ ശൈത്യനെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. എവിടെ സ്ക്രീൻ സ്പേസിന് ആർക്ക് ഫസ്റ്റ് കൊടുത്തോ അത് കറക്റ്റ് കണ്ടുപിടിച്ച് നെവിനാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളതെന്ന് മനസ്സിലാക്കി ഇപ്പം നെവിൻ്റെ കൂടെ വന്നിരുന്നാണ് സംസാരിക്കുന്നത്. അനുമോളുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളോട്. അനുമോൾ എന്താണെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അനുമോളുടെ കുറ്റം ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല, അക്ബറിനോട് പറഞ്ഞിട്ടില്ല, ആര്യനോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് വീട്ടിലെ പുതപ്പിനടിയിലുള്ള രഹസ്യങ്ങൾ അനുമോളുടെ ചെവിയിൽ ആദ്യം എത്തിച്ചത് ശൈത്യാണെന്ന് അനുമോൾ വളരെ വ്യക്തമായി മിനിങ്ങാന്നത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആര്യൻ്റെ ചെവിയിലും ഇതുകൊണ്ട് എത്തിച്ച അനുമോൾ ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്, അതായത് വൈൽഡ് കാർഡ്സ് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന വിഷയം ആര്യൻ്റെ ചെവിയിൽ എത്തിച്ചതും ശൈത്യ തന്നെയാണ്. കുത്തിത്തിരിപ്പ് ശൈത്യ തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ തുടങ്ങിയതാണ് നെവിനോടുള്ള സ്നേഹം. അതുവരെ നെവിനെ കാണാൻ പാടില്ലായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ വൈൽഡ് കാർഡ് എൻട്രിക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ആ റാങ്കിങ് അനുസരിച്ച് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ നെവിൻ വന്നതോടുകൂടി നെവിനെ പല കാര്യങ്ങളിലും സ്മാർട്ടിലും ഒക്കെ പിടിച്ചിട്ടതുകൊണ്ട് തന്നെ നമ്മുടെ നെവിനാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര പുറത്ത് വൈറലായിട്ട് സ്റ്റാറായിട്ട് മാസ്സായിട്ട് നിൽക്കുന്നതെന്നാണ് നമ്മുടെ ശൈത്യ വിചാരിക്കുന്നത്. അതുകൊണ്ട് ശൈത്യ നെവിൻ്റെ കൂടെ സംസാരിക്കുന്നു, അതേപോലെ തന്നെ കുത്തിത്തിരിപ്പ് ബിന്നീൻ്റെ കൂടെ സംസാരിക്കുന്നു, അക്ബറിൻ്റെ കൂടെ സംസാരിക്കുന്നു, ആ ഒരു ഗ്യാങ്ങിലായിട്ട് പോയി ചേരുന്നു. ജിസേലിന് എന്താ വിശന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും ദോശ ഉണ്ടാക്കാൻ പോകുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ കുത്തിത്തിരിപ്പ് കട്ടപ്പ ശൈത്യ അനുമോളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക.